രാവിലത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും രാത്രിയിൽ ചെയ്തു വെക്കണം എന്ന് പ്ലാൻ ചെയ്യും. പക്ഷെ പലപ്പോഴും ചെയ്യാറില്ല. രാത്രി ക്ഷീണം കാരണം നേരത്തെ അങ്ങ് ഉറങ്ങിപ്പോവും. ഇന്ന് ലഞ്ചിന് ഞാൻ ഉദ്ദേശിക്കുന്നത് കോവയ്ക്ക തോരനും സോയാബീൻ ഫ്രൈയും ഒക്കെയാണ്. എന്തായാലും കോവയ്ക്ക തോരൻ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാക്കി എടുത്തു. ഞാൻ തേങ്ങയൊക്കെ ചിരവി 2 ദിവസം മുന്നേ ഫ്രിഡ്ജിൽ കുറേ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഈസിയായിട്ട് അങ്ങ് നടന്നു കേട്ടോ. ചോറ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ രാവിലെ തന്നെയാണ് വെക്കുന്നത്. മുമ്പ് രാത്രിയിൽ വേവിച്ച് വെക്കുമായിരുന്നു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പാലും മുട്ടയും പിന്നെ ബ്രെഡ് ടോസ്റ്റുമാണ്. ഈ ചീസൊക്കെ വെച്ച് ബ്രെഡ് ടോസ്റ്റ് എനിക്കെല്ലാം ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ചീസൊന്നും അങ്ങനെ കഴിക്കത്തില്ല. ഇപ്പം തന്നെ ആവശ്യത്തിൽ വണ്ണുണ്ട്. അതിൽ കൂടുതൽ കൂട്ടാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞാനങ്ങ് ഉണ്ടാക്കിയെടുത്ത് ഹസ്ബൻഡിന് കൊടുത്തു കേട്ടോ. ഇനി എന്താ, ഞാൻ എൻ്റെ ചോറ്റുപാത്രം നിറയ്ക്കട്ടെ. അപ്പോൾ ചോറും കോവയ്ക്ക തോരനും സോയാബീൻ ഫ്രൈയും പിന്നെ മാങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ. മാങ്ങ അച്ചാർ ഞാൻ പുറത്തുനിന്ന് മേടിച്ച അച്ചാറാണ്. എനിക്ക് പുറത്തെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി ഉപ്പ് കൂടുതലാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാനത് കഴിക്കാറുണ്ട്. പിന്നെ സ്നാക്സായിട്ട് കൊണ്ടുപോകുന്നത് മുന്തിരിങ്ങയാണ് കേട്ടോ.